ഞാൻ കാണാനിരിക്കായിരുന്നു. ഇതെന്തോ ഇത്? ആദായ വിൽപ്പന ഓണം പ്രമാണിച്ച് 50% വിലക്കുറവ്. എന്റെ മുതലാളി, ഒന്നാമത് ഈ കട നഷ്ടത്തിലാ പോണത്. ഈ ആദായ വിൽപ്പന എന്ന് പറഞ്ഞോണ്ട് ഇവിടെ ഇരിക്കുന്ന തുണിയൊക്കെ വിറ്റ് കഴിഞ്ഞാൽ എന്ത് ലാഭം ഉണ്ടാവാനാ? എനിക്ക് തന്നെ 2 മാസം ശമ്പളം തന്നിട്ടില്ല, അറിയാമോ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാ കടയിലും ഓണവും ക്രിസ്മസ് ഒക്കെ ആകുമ്പോ ഇങ്ങനെ എഴുതി വെക്കും. അതൊരു ടെക്നിക്കാണ്. എന്ത് ടെക്നിക്ക്? ഞാൻ പറയാം ഉദാഹരണം. ഈ ഷർട്ടിന് എന്താ വില? ഇതിന് 800 രൂപ. 800 രൂപ. നമ്മൾ അതങ്ങ് പൊളിച്ചു കളഞ്ഞിട്ട് നമ്മൾ 2000 എഴുതുന്നു. അപ്പൊ ഈ ഷർട്ടിന്റെ വില എത്രയാ? 2000 രൂപ. അപ്പൊ ആദായ 50% എത്രയാ? അത് 1000 രൂപ. 1000 രൂപയാണല്ലോ. മേടിക്കാൻ വന്നവൻ ഈ 1000 രൂപയ്ക്ക് അങ്ങ് കൊണ്ടുപോകുന്നു. അപ്പൊ അവന് സന്തോഷമായോ? സന്തോഷായി. അപ്പൊ 800 രൂപ ഷർട്ട് 1000 രൂപയ്ക്ക് കൊണ്ടുപോകുമ്പോ നമുക്ക് 200 രൂപ കിട്ടുമോ? കിട്ടും. അപ്പൊ നമുക്ക് സന്തോഷമായോ? ആവൂലേ? അല്ല, പിന്നെ ഈ ആദായ വിൽപ്പന എന്ന് എഴുതിയിരിക്കണ എന്തിനാ? ആദായ വിൽപ്പന എന്ന് എഴുതിയിട്ടുള്ളൂ, ആർക്കാ ആദായം എഴുതിയിട്ടില്ലല്ലോ. മുതലാളിയുടെ അത് വേണ്ടേ? അതെ അതെ, ചാടിച്ചാടി നിന്നോ. ഓണാണ് നല്ല കച്ചവടം. വൈകുന്നേരം ഓണത്തിന്റെ എല്ലാ പരിപാടിക്കും ഞാൻ ഉണ്ട്. എല്ലാ പരിപാടിയിലും പങ്കെടുത്തിട്ടേ ഞാൻ പോകൂ. ഞാൻ ഒന്ന് തുണിക്കടയിൽ കയറണോടെ. കഴിവരങ്ങേറ്റത്തിലുണ്ട്, തലേനടിയിലും ഉണ്ട് ഞാൻ. എല്ലാത്തിലും നീ എന്റെ പേര് കൊടു. സംഭവം എന്താണെന്ന് അറിയാമോ? നല്ല ഒന്നും ഇല്ല, 2 ഷർട്ട് വാങ്ങണം, അങ്ങ് വരണം. മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുള്ളൂ. ശരി നീ വൈ. നല്ല ഓണം പ്രമാണിച്ച് നല്ല ഷർട്ടുണ്ട്, മുണ്ടുണ്ട്, ജീൻസ് ഉണ്ട്, പിന്നെ സ്ത്രീകൾക്ക് പറ്റിയ ചുരിദാറുണ്ട്, കുഞ്ഞുങ്ങൾക്ക് പറ്റിയ കുർത്തയുണ്ട്, എല്ലാം ഉണ്ട് സാർ. എന്താ വേണ്ടത്? പറയൂ സാർ, എന്താ മോഡലൊക്കെ എടുത്തു കേട്ടോ. ഒരു മിനിറ്റ്. അതെ, ഒരു കാര്യം പറയാം സാർ. സാർ നല്ല ഇനം ജീൻസ് ഒക്കെ വന്നിട്ടുണ്ട് സാർ. ഇതുപോലെ പുതിയ മോഡലാണ് സാർ. ഇതൊക്കെ ഏതാ വേണ്ടത്? ഒരു മിനിറ്റ്, ഒന്നടങ്ങും വേണം സാറേ. അതെ, എനിക്ക് 2 ഷർട്ട് വാങ്ങാനാണ്. ഇച്ചിരി നാണക്കേട് പെണ്ണുങ്ങളൊക്കെ അതുകൊണ്ടാണ് എന്റെ അടുത്തേക്ക് വന്നത്. ഷർട്ട് ഇതൊക്കെ പറഞ്ഞ ആൾക്കാർ അങ്ങനെ ഉറക്കെ പറയാറില്ല. പെണ്ണുങ്ങൾ ഇരിക്കണോടത്ത് 2 വേണം. 2 സൈസ് എത്രയാ? 100. അതിന്റെ മാരുതിക്കാരന് കവർ ഇടാണോ? അതല്ല, 100 വേണോന്നേ. 100 വേണം. ഈ 100 വേണ്ടത് 90 മതി. ഇല്ല, 100. എന്താ എനിക്ക് ഞാൻ 10-20 വർഷമായിട്ട് കട നടത്തും, നമുക്കറിയാൻ പറ്റും. ഇല്ല, 100 വേണം. സൗമ്യ, എന്തോ ഷർട്ട് മേടിക്കാൻ വന്നതാണ്. അത് വാങ്ങിക്കാൻ വന്നത്. സൈസ് എത്ര വരും? സൈസ് ഇത് 75 മതി. അതെങ്ങനെ 75? എക്സ്പാൻഡിങ് ആളുടെ തടിയും പൊക്കവും തൂക്കം എല്ലാം കൂടെ നോക്കുമ്പോ എങ്ങനെ പോയാലും ഒരു 90 വരും. സൈസ് വേണ്ടെന്ന്. 90 ആണെങ്കിൽ തൊളന്ന് കിടക്കും. ഇത് 75 മതി. അല്ലെന്ന്, ഈ 20 വർഷമായിട്ട് കട നടന്നത് എനിക്കറിയാം. 20 വർഷമായിട്ട് മുതലാളി കട നടക്കുന്ന പൈസ വാങ്ങിച്ച് ഇങ്ങനെ പെട്ടി ഇടുന്നല്ലേ ഉള്ളൂ. ഞാനല്ലേ സാധനം എടുത്ത് കൊടുക്കുന്നത്. അതൊന്നും വർത്താനം സൗമ്യ, അങ്ങനെ വർത്തനെ. എന്റെ ഇത് 75 മതി മുതലാളി. ഈ പുള്ളിക്ക് 90 വേണം, അതെനിക്കറിയാം. അതെങ്ങനെയാണ് 75 മതിന്ന്? ഞാൻ 75 കൊടുക്കത്തുള്ളൂ. 90 വേണ്ടി വരും, അതാ വേണ്ടത്. ആർക്കിടാനാ? അവൻ പോയി. തൃപ്തിയായല്ലോ. എന്ത് തൃപ്തിയാവാൻ? ഞാൻ മാക്സിമം അയാളെ എല്ലാം കാണിച്ചു കൊടുത്തു. അയാൾക്ക് വേണ്ടത് അങ്ങോട്ട് എടുത്തു വെക്കാം. ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്തു വെക്കട്ടെ. ഇന്ന പണിയാ നോക്കി. ചേട്ടാ ഇങ്ങോട്ട് ഞാൻ പറയണ നിങ്ങൾ കേട്ടാ മതി. ഇവളുടെ എടാ മോനെ, നമ്മള് പാവപ്പെട്ടവരാ. നമുക്ക് ചേർന്ന തുണി കിട്ടുന്ന സ്ഥലമാടാ ഫുട്പാത്ത്. ഫുട്പാത്തിലെ സാരിയൊക്കെ അമ്മച്ചിയും കൊടുത്താ മതി. എനിക്ക് ഈ കടയിലുള്ള ക്വാളിറ്റി ഉള്ള നല്ല സാരി ഇവിടെ തന്നെ വേണം. മെനകെട്ട കട കണ്ടാ തന്നെ അറിയാതെ കൊള്ളില്ലെന്ന്. ഈ ചേട്ടന്റെ അടുത്ത് നമുക്ക് വാങ്ങിയത് ഫുട്പാത്ത്. ഇത് ഫുട്പാത്തിൽ വിൽക്കണമല്ല, ഈ കടയുടെ ഓണറാ ഞാൻ. ലോറിക്ക് കൊണ്ട് സാധനം ഇപ്പൊ ഇറക്കിയോളൂ, അത് അടക്കി വെക്കുക. അത് ശരി. അറിയോ, ഇത് ഇവിടുത്തെ കടയുടെ ഓണറാ. അതെ, നമസ്കാരം. ഗുഡ് മോർണിംഗ് മാഡം. ആരടി അങ്ങോട്ട് എങ്ങോട്ട് വന്നേ? അതിന്റെ വേറെ മോഡലാണ് ഇരിക്കുന്നത്. നല്ല സാരിയാ. ഇത് കൊള്ളില്ല. പച്ചയെടുത്തേ.
പച്ച പച്ച അതിന് നല്ല സാരിയാ. ഇത് വിത്ത് ബ്ലൗസ് ഇട്ടിട്ട് മാഡത്തിന് പൊളിയായിരിക്കും. അതെ, ഈ റെഡ് ഒന്ന് കാണിച്ചു. ഈ റെഡിന് ഇതാണ് കേട്ടോ, ഇതാണ് ബ്ലൗസ്. ഇത് കൊള്ളില്ലെന്ന്. ക്വാളിറ്റി കുറവായിട്ടോ. എന്തോ ഇത് മതി. ഈ പിങ്ക് അയ്യോ ഇത് മാഡത്തിന് നന്നായിട്ട് ചേരും. ചേച്ചി ഈ കരിനീലൊന്ന് കാണിച്ചേ. ഇതോ ഇത് കൊള്ളത്തില്ല. വേറെ ഏതെങ്കിലും ഉണ്ടോ നോക്കിയേ. നല്ലതാ മാഡത്തിന് ചേരും. ഒന്ന് വെച്ച് നോക്ക് മോളെ. വേറെ ഏതൊന്നും നോക്കിയേ മോളെ. വേറെ ഒരുപാട് വെറൈറ്റി മോഡൽസ് ഒക്കെ ഉണ്ട്. കൊടുക്ക് ചാടി കൊടുക്ക്. കണ്ടേ ഇതും കൊള്ളത്തില്ല. അതല്ല നിങ്ങൾക്ക് പറ്റിയത് വേറെ എന്തെങ്കിലും ഉണ്ട്? വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. കാഞ്ചീപുരം സാരിയും പിന്നെ ബനാറസ് സാരിയൊക്കെ ആ സെക്ഷനാണ്. എന്നാ അങ്ങോട്ട് പോയാലോ? ഇനിയിപ്പോ അവര് പോയിട്ട് ഇനി എന്നാ പുകിലാവുന്ന ഒരു പിടുത്തമില്ല. എനിക്ക് വേറെ രണ്ടു സാധനം. വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അപ്പൊ ആ ചേച്ചി പറയുന്നത് കേട്ട് വെറൈറ്റി ആയിട്ട് സാരി ഉണ്ട്, വെറൈറ്റി ആയിട്ട് ഷർട്ട് ഉണ്ട്, വെറൈറ്റി ആയിട്ട് വേറെ മുണ്ടൊക്കെ ഉണ്ട്. വെറൈറ്റി ആയിട്ട് മുണ്ടോ? ഇങ്ങനെ ഒട്ടിക്കുന്നതായിരിക്കും. ഒട്ടിക്കുന്ന സൗണ്ട് പ്രൂഫ് ഉള്ള മുണ്ടുണ്ട്. സൗണ്ട് പ്രൂഫ് ആകുന്നത് സൗണ്ട് ഒന്നും പുറത്തേക്ക് കേൾക്കാത്ത മുണ്ടുണ്ട്. ഇങ്ങനത്തെ മുണ്ടുണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 5 പൊതിഞ്ഞിങ്ങി എടുത്തു. 5 പൊതിഞ്ഞെടുത്തു. അത് അവളിങ് വന്നോട്ടെ. ഞങ്ങളുടെ അമ്മയുടെ ഒരു ആങ്ങള വണ്ടംപേട്ടിയിൽ നിന്ന് കൊണ്ടിട്ടുണ്ട്. പുള്ളി കാരണം ഒരു സമാധാനം ഇതൊക്കെ മേടിച്ചു കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് നേരത്തിന് കിടന്ന കാര്യത്തിലോ അപ്പൊ ആ സാധനം ഒരു 5 പൊതിഞ്ഞിങ്ങി എടുത്തു. പച്ച കളർ നല്ല ബില്ലടിക്കാൻ കൊടുത്തിട്ടുണ്ടോ അങ്ങോട്ട്? മാഡം എടുത്ത സാരിക്ക് വെറും 23,999 രൂപ മാത്രം. പിന്നെ മുതലാളി അമ്മ എടുത്ത സാരിക്ക് 24,999 രൂപ മാത്രം. ആരെടുത്ത സാരിക്ക്? അമ്മ എടുത്ത സാരിക്ക് കാഞ്ചീപുരവാ. തൊഴിലുറപ്പിനല്ലേ പോണത്? രാവിലെ പാത്രം കൊടുത്തു തൊഴിലുറപ്പിന് പോകുന്നത് 24,000 കാര്യം കൊടുത്താൽ നിന്നാത്താലും ഏതാണ്ട് അല്ലെങ്കിൽ തന്നെ ചേട്ടാ ഈ വയസ്സ് കാലത്ത് അമ്മയ്ക്ക് ഈ കാഞ്ചീപുരം സാരിയുടെ ആവശ്യമൊക്കെ ഉണ്ടോ? നീ അത് പറയണം. ഇവള് വന്ന് കേറി അന്ന് മുതല് കേട്ടോ, അന്ന് മുതൽ ഞാൻ ഈ തള്ള പറയുന്നത് ഞാൻ കേൾക്കത്തില്ല. ഞാൻ ഇവിടെ വാല തൂങ്ങി നടക്കുകയാണ്. ഞാൻ കുടുംബം അന്വേഷിക്കുകയല്ല. ഇതൊക്കെ തന്നെ ഇവരൊന്നും പറയാൻ പോണത്. ചേട്ടൻ പറഞ്ഞാൽ വിശ്വസിക്കുന്നത് ഇതുണ്ടോ? ഇത് ചെവിക്കായമല്ല. ഇവര് പറഞ്ഞു എന്റെ ചെവിയുടെ തഴമ്പ ഈ കറുത്ത പുറത്ത് കാണുന്ന കാണുന്ന അറിയോ? ഇതൊന്ന് നിർത്തി തരാമോ? സമാധാനം തരാമോ? അല്ല അപ്പൊ സാരി എടുക്കട്ടെ? ഒരു സാരി എടുക്കണ്ട. ഞാനൊരു കാര്യം പറയട്ടെ. ഓണം എന്ന് പറയാം എന്നെ അടുത്ത് 10-25,000 രൂപ സാരിയും ചുറ്റിക്കൊണ്ട് ഇങ്ങനെ നാട് കൊണ്ടുവന്ന് കാണിച്ചു നടന്ന അന്ന് ഓണം ആവുമല്ല. എനിക്ക് സാരി തന്നെ വേണം. എടി ഞാൻ പറയുന്നത് കേക്ക്. കേട്ടൊന്ന് കേക്ക്. ഒരു ഓണം എന്ന് പറയുമ്പോ എങ്ങനെയാ? കുടുംബത്തിലെല്ലാരും ഒക്കെ ആയിട്ട് വന്ന് ഇച്ചിരി സദ്യയൊക്കെ ഉണ്ടാക്കി പായസമൊക്കെ കൂട്ടി എല്ലാരും സന്തോഷത്തോടെ ഇരുന്നൊരു സദ്യ കഴിക്കണം. അതാണോ ഓണം? അതാണ് ഓണം. ശരി, അതല്ലേ ഓണം? അങ്ങനെയാണ് ഓണം. ഈ ഓണം അങ്ങനെ അങ്ങ് ആഘോഷിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഈ വഴക്കുണ്ടാക്കാതിരിക്കുവാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. പറഞ്ഞു. ഒരു കാര്യം ചെയ്യും. അമ്മയ്ക്കുള്ളത് മോളെടുത്തു കൊടുക്കട്ടെ, എന്നിട്ട് മോക്കുള്ളത് അമ്മ എടുത്തു കൊടുക്കട്ടെ. അല്ലെങ്കിൽ വന്ന് അമ്മയ്ക്കുള്ളത് മോളെടുത്തുള്ള അമ്മയ്ക്കുള്ള എടുത്തു കൊടുത്താൽ ഇതിന്റെ പ്രശ്നം തീരുന്നത് എങ്ങനെയാ? എന്തെങ്കിലും അമ്മായിയമ്മയും മോളും ഒത്തിട്ടുണ്ടോ? ഇല്ല, അവര് കുറച്ചേ എടുക്കുള്ളൂ. അങ്ങനെ അറിയത്തില്ല. എന്നാ പിന്നെ അങ്ങനെ ആട്ടെ. അമ്മായിമ്മയ്ക്കുള്ളത് മോളെടുത്ത് കൊടുക്കട്ടെ, മോക്കുള്ളത് അമ്മായിമ്മ എടുത്ത് കൊടുക്കട്ടെ. ആയിക്കോട്ടെ, പ്രശ്നം തീരുമല്ലോ. എന്നാ പിന്നെ ഞാൻ തന്നെ എടുത്തു കൊടുക്കാം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അതിനാകുമ്പോ ഇത് എത്ര? 400 രൂപ. 400. ഇതിന് എത്ര മോളെ? അതിന് 300. ഇതോ അത് 200 രൂപ. ഇത് മതി ചേച്ചി. അതെ ചേട്ടാ എടുത്തോ? എടുത്തു. അതിന് ഞങ്ങളുടെ 200. ഇത് മതി. രണ്ടോടെ അങ്ങോട്ട് പൊതിയാൻ കൊടുക്കും. ഇതിന്റെ പൈസ എത്രയും ചോദിച്ചു മോളെ. ചേച്ചി ബില്ലടിക്കാൻ കൊടുക്കും. എത്രയായി സമയം? രണ്ടും കൂടെ 400 രൂപ. 400 രൂപ. അതുകൊണ്ട് ഞാൻ ലോൺ എടുത്തോണ്ട് വരുമായിരുന്നു 35,000 രൂപയായിട്ട്. 400 ആക്കി തന്നതിൽ വളരെ സന്തോഷമുണ്ട്. ബാക്കി 100 രൂപ ഉണ്ട്. ടിപ്പാട്ട് വെച്ചു. ടിപ്പാട്ട് ഇരിക്കട്ടെ. ഓണത്തിന് എന്റെ ഒരു സ്പെഷ്യൽ ടിപ്പ് ഇരുന്നോട്ടെ. അവിടുന്ന് വാങ്ങിച്ചാ മതി. ഓക്കേ. സമാധാനായില്ലേ? എവിടെ കിടന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന പറഞ്ഞു വിട്ടപ്പോ സമാധാനായി. ആർക്ക് സമാധാനായെന്ന്? എത്ര രൂപയുടെ കച്ചവടമാണെന്ന് അറിയോ ഞാൻ ഇവിടെ ഒപ്പിച്ച് വെച്ചിരുന്നത്? എന്നിട്ട് അവരെ കൊണ്ട് 400 രൂപയുടെ സാരി എടുപ്പിച്ചിരിക്കുന്നു. ഇത് ആർക്കാ ഇവിടെ ലാഭം ഉണ്ടായത്? സൗമ്യ, നീ ഒന്ന് മനസ്സിലാക്കണം. 40,000ന്റെ കാര്യമല്ല ഇതിനകത്ത് ഏറ്റവും വലുത്. സ്നേഹമാണ് ഏറ്റവും വലുത്. അവരിവിടെ കിടന്ന് ഒച്ചപ്പാട് മോളം ഉണ്ടാകും. ഇനി സമാധാനത്തോടെ സ്നേഹത്തോടെ പോയി വീട്ടിൽ പോയി ഓണസദ്യ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമല്ലേ, അതാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെയായിരുന്ന എന്തൊരു വിശാല പരിഷ്കതയാ ഇത്. ഞാൻ കാണാതെ പോയില്ല. ഇതെനിക്ക് മുതലാളിനെ ഭയങ്കര ഇഷ്ടം. ഇത് ഓണ സ്പെഷ്യൽ കട എടുത്തു.